എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് വന്ന റിക്വസ്റ്റും പ്രകാരം പ്രസീല വെച്ച് വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതിനായിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി, നമ്മൾ സാധാരണ ദോശ ഇഡലിക്ക് ഇടുന്ന പോലെ ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചേക്കുക. 2 കപ്പ് പച്ചരിക്ക് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, നമ്മുടെ ബോയിൽ റൈസ് കുക്ക് ചെയ്തത്. മധുരം ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 1/2 കപ്പ് വോം വാട്ടറിൻ്റെ അകത്ത് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കും. വോം വാട്ടറിൻ്റെ അകത്ത് ഈസ്റ്റ് കലക്കണേ. പിന്നെ കാഷ്യൂനട്ട് ആവശ്യത്തിന്, കിസ്മിസ് ആവശ്യത്തിന്, ഏലക്ക പൊടിച്ചെടുക്കണം. അതൊരു 1 ടീസ്പൂണോളം വേണം. അതിൽ പച്ചരി നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും നല്ല പച്ചരി നോക്കിയെടുക്കണം, അതായത് ഇഡലി ദോശയ്ക്കുള്ള പച്ചരി. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ടും കിസ്മിസും ഏലക്കയും മാറ്റി ബാക്കിയുള്ള അരി, തേങ്ങ, ചോറ്, പഞ്ചസാര നമുക്ക് അരച്ചതിന് ശേഷം കലക്കാം. ഈ ഈസ്റ്റ് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അതുപോലെ നമ്മൾ ഈ തേങ്ങ പൊട്ടിക്കുമ്പം ആ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്തരച്ചാലും നല്ലതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം, കാരണം ഇത് പൊങ്ങി വരും. അതുപോലെ ഈ തണുപ്പ് രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് പുളിച്ചു വന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ മാവ് ഒരു ഡബ്ബയ്ക്കകത്തിട്ട് അടച്ചതിന് ശേഷം ബ്ലാങ്കറ്റിലെങ്ങാനും പൊതിഞ്ഞ് വെക്കണം. അതല്ല എങ്കിൽ ഓവൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് അങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുത്തെങ്ങാനും വെക്കുക. ഈ തണുപ്പ് രാജ്യത്തുള്ളവർക്ക് എളുപ്പം, ഈ ചൂട് ഉള്ളിടത്താണെങ്കിൽ എളുപ്പം അത് പുളിച്ചു വരും. ഇതിനി ഒരു 6-7 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കലക്കി നമുക്ക് മിക്സ് ചെയ്ത് 6-7 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് നന്നായി പുളിച്ചു വന്നിട്ടുണ്ട്. 7-8 മണിക്കൂറായി. ഇതിലോട്ടാ ഏലക്ക പൊടിച്ചത് ചേർക്കാം, ഒരു സ്വല്പം ഉപ്പ്, എന്നിട്ട് നന്നായി നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു പാത്രം വെച്ചാൽ അണ്ടിപ്പരിപ്പും റൈസിൻസും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഒരു സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് അടങ്ങിയാൽ പോയി വെക്കാം. റൈസിൻസ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് അതും ഇങ്ങനെ കോരി വെക്കാം. ഇനി നമുക്ക്, ഞാനിപ്പോൾ ഇഡലി പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇഡലി പാത്രത്തിന്റെ ആദ്യത്തെ തട്ട് കമത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കണം. അത് ഞാൻ ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. നെയ്യ് വേണ്ടിയവർക്ക് നെയ്യ് തേക്കാം. എന്നിട്ട് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ സൈഡിലെല്ലാം ഇത് ആക്കി വെച്ച് ഈ മാവ് ഈ പാത്രത്തിന്റെ പകുതി വരെ ഒഴിക്കുക, കാരണം ഇത് പൊങ്ങി വരും. പകുതി നമുക്ക് കോരി ഒഴിക്കാമേ. അതുപോലെ എപ്പോഴും നമ്മൾ ഈ ഈസ്റ്റ് ചേർക്കുമ്പം ഒത്തിരി പഴകിയ ഈസ്റ്റ് ചേർക്കല്, പുതിയ ഈസ്റ്റ് ചേർക്കാൻ നോക്കണം. ഈസ്റ്റിലും അരിയിലുമാ ഇതിന്റെ അപ്പത്തിന്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഞാനൊരു ഇഡലിപ്പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ മാവ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അണ്ടിപ്പരിപ്പും റൈസിൻസും ഇടാം. നമ്മളിപ്പോ ഈ പച്ച മാവിൻ്റെ അകത്ത് എടുത്തിടുവാണെങ്കിൽ ഈ ഇതങ്ങ് അടിയിലോട്ട് താണു പോകും. 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം. നിങ്ങളിപ്പോ കുക്കറിലാണ് വെക്കുന്നെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണ് സ്റ്റീം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അതിൽ ചെയ്യുക. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ
ഇപ്പം നമ്മളെല്ലാം ഇതിന് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാമേ. ഒരു 10 മിനിറ്റായി, നമുക്കിതൊന്ന് കുത്തി നോക്കാമേ. പച്ചയുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ. നമുക്കൊന്ന് കുത്തി നോക്കാമേ. ഇപ്പൊ വെള്ളമയം അങ്ങനെ ഇല്ല. ഇത് ഓഫാക്കാം ഇനി. നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. ബ്രസീൽ ഉടനെ ഉണ്ടാക്കി നോക്കണേ. അതുപോലെ ഞാൻ ഒരെണ്ണത്തി കാഷ്യൂനട്ട് ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കി, ഒരെണ്ണത്തി അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കിസ്മിസും കാഷ്യൂനട്ട് ഇടാതെ ഉണ്ടാക്കിയത് നല്ല കുറച്ചുകൂടെ വൈറ്റാ. ഇത് ഈ കിസ്മിസിന്റെ ഒക്കെ കളറൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഒന്ന് പീസാക്കി കാണിക്കാം. നല്ല സോഫ്റ്റ് വട്ടയപ്പം.